വാണിജ്യ സിലിണ്ടറിന്റെ വിലവർദ്ധനവിൽ പലതരം ആശങ്കകളിലാണ് ഹോട്ടൽ ഉടമകൾ. ചിലവ് കൂടിയതോടെ ഭക്ഷ്യവസ്തുക്കളുടെ വിലയും കൂട്ടേണ്ടി വരും. ഇത് ഉപഭോക്താക്കളെ അകറ്റുമെന്ന ആശങ്ക ഹോട്ടൽ ഉടമകൾക്കുണ്ട്. കോഴിക്കോട് ഒരു ഹോട്ടലിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, പലരുടെയും അഭിപ്രായങ്ങൾ കേട്ടുവരികയാണ്. ഇവിടെ കോഴിക്കോട് എന്താണ് അവർ പറയുന്നത്? വാണിജ്യ സിലിണ്ടറിന് വില കുത്തനെ കൂട്ടിയത് ഹോട്ടൽ ജീവനക്കാർക്കുണ്ടാക്കുന്ന ചെറുതരങ്ങളിലും പ്രതിസന്ധിയുണ്ട്. അത് ഈ വാണിജ്യ സിലിണ്ടറുകളുടെ വിലയുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ കൂട്ടിയിരുന്നു, ഇപ്പോഴിതാ വീണ്ടും 1000 രൂപയുടെ അടുത്താണ് വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട്ടുള്ള അജിയേട്ടൻ്റെ ചായക്കടയിലാണുള്ളത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ പോയാൽ തന്നെ കാണാം, ഇതിനോടകം ചായക്കൊക്കെ 15 രൂപയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാപ്പിയുടെ വില 20 ആണ്, എണ്ണക്കടികളുടെ വില 15 ആണ്. അങ്ങനെ നേരത്തെ തന്നെ വില വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇവർ എത്തിയിരുന്നു. ഒപ്പം തന്നെ കടികളൊക്കെ കാണാം, പലഹാരങ്ങളൊക്കെ കാണാം, ചുരുക്കം പലഹാരങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഹോട്ടൽ ജീവനക്കാരൊക്കെ എത്തിയ ഒരു നിലയാണ് ഉള്ളത്. ഇപ്പോഴിതാ വീണ്ടും വില വർദ്ധിപ്പിക്കുന്നു. വീണ്ടും വില കൂട്ടിയല്ലേ സിലിണ്ടർ 1000 റുപ്യൻ്റെ അടുത്ത് കൂടിക്കുന്നു ഒരു സിലിണ്ടറിന്. ഇപ്പോൾ 19 കിലോ സിലിണ്ടറിന്. ഇതൊക്കെ ബിസിനസ് ഒന്നും മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ അടി കിട്ടി. നിങ്ങൾക്കിപ്പോൾ എത്ര സിലിണ്ടറൊക്കെ ദിവസം ആവശ്യമായിട്ട് വരുന്നുണ്ട്? ഇവിടെ 3 സിലിണ്ടർ ദിവസം ഇവിടെ ഇറക്കുന്നുണ്ട്. ഏകദേശം 3000 രൂപയുടെ മുകളിലൊക്കെ വർധനവ് വന്ന് പ്രതിസന്ധിയാണ്. പ്രതിസന്ധി തന്നെ. നിങ്ങൾ നേരത്തെ ഈ സിലിണ്ടറിനൊക്കെ വില കൂടിയപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾക്കൊക്കെ എന്തായാലും വില കൂട്ടിയിട്ടുണ്ടാവില്ല? ഇല്ല, ആദ്യമൊക്കെ നമ്മൾ പല റേറ്റ് തന്നെ കൊടുത്തത്. 10 റുപ്യ 12 റുപ്യ റേറ്റ് തന്നെ കൊടുത്തു എല്ലാ സാധനങ്ങളൊക്കെ. ഒരു 5 റുപ്യ ആക്കിക്കുന്ന കടികളൊക്കെ ഇപ്പോൾ വീണ്ടും വില കൂടുമ്പോൾ എന്താ സ്ഥിതി? വീണ്ടും വില കൂടിയുണ്ടെങ്കിൽ കച്ചവടമൊന്നും ഉണ്ടാവില്ല. ഇപ്പം തന്നെ ആൾക്കാർ വീട്ടിൽ നിന്നൊക്കെ എന്താ ഉണ്ടാക്കി കൊണ്ടുവരും, ഭക്ഷണം കഴിക്കും, ആ അവസ്ഥയിലേക്ക് എത്തും. ഹോട്ടലിൽ ആശ്രയിക്കൂല. ഇനിയിപ്പോൾ വില കൂട്ടാൻ പറ്റുമോ? ഇനിയിപ്പോൾ ഒന്നും അങ്ങനെ വില കൂട്ടാനൊന്നും പറ്റൂല. ആളുകളൊക്കെ ചായ കുടിക്കാനൊക്കെ വരുമ്പോൾ നമ്മളോടാണല്ലോ ചോദിക്കുക. അതിനാ ചോദിക്കുന്നത്. ഇപ്പം 12 15 പറയുമ്പോൾ ആൾക്കാർക്കൊരു കണ്ണുരുട്ടൽ ഒക്കെയാണ്. അദ്ദേഹം പറയുന്ന പോലെ തന്നെയാണ്, അജിയേട്ടൻ പറയുന്ന പോലെ തന്നെയാണ്. അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ഇതിങ്ങനെ കുത്തനെ കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഈ ഹോട്ടൽ ജീവനക്കാരൊക്കെ, ഹോട്ടൽ ഉടമകളൊക്കെ ചോദിക്കുന്നത്. വില ഇനി പലഹാരങ്ങൾക്കൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം നേരത്തെ തന്നെ അല്പം വില വർദ്ധിപ്പിച്ചിരുന്നു. ഇനിയും വില കൂട്ടിക്കഴിഞ്ഞാൽ ആളുകളൊക്കെ തങ്ങളോട് ചോദിക്കും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഈ വില വർധനവ്. അതാണ്, ഈ ആശങ്ക പലതരത്തിലുള്ളതാണ്.